വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെന്താണെന്നുള്ളത് ഒരാഴ്ചയായിട്ട് എപ്പിസോഡ് കാണുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോഴത്തെ എപ്പിസോഡിൻ്റെ നിലവാരത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ മുമ്പത്തെ ആഴ്ച വരെ എപ്പിസോഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ എപ്പോഴെങ്കിലും മോശമായിട്ട് വന്നെങ്കിലും അതിനെല്ലാം വകവയ്ക്കാതെ ബാക്കിയുള്ള 4 എപ്പിസോഡും അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകൾ തന്നുകൊണ്ടിരിക്കുന്ന ടീം തന്നെയായിരുന്നു ഉപ്പുമുളകും. പക്ഷേ കഴിഞ്ഞ ആഴ്ച ആ ഒരു പടവലം എപ്പിസോഡ് കഴിഞ്ഞത് മുതൽ എല്ലാ എപ്പിസോഡുകളും അത്രത്തോളം രസകരമായില്ല എന്നുള്ളത് എല്ലാ പ്രേക്ഷകരുടെയും ഒരുപോലുള്ളൊരു അഭിപ്രായമാണ്. മാത്രമല്ല ഉപ്പുമുളകും ആ ഒരു സീരിയൽ സമയത്തുള്ള ആ ഒരു ക്ലീശേ സാധനം വീണ്ടും ചെറുതായിട്ട് തിരിച്ചു വരുന്ന പോലത്തെ ഒരു ഫീലും തരുന്നുണ്ട്. കാരണം എല്ലാ എപ്പിസോഡിലും ഒരു എൻഡിങ് ഇല്ലാതെ അവസാനിച്ചിട്ട് അടുത്ത എപ്പിസോഡ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വെക്കാൻ പോകുന്ന ഒരു സീരിയൽ ടൈപ്പിലുള്ളൊരു എപ്പിസോഡുകൾ കഴിഞ്ഞ ആഴ്ചകളിൽ 2-3 വന്നിട്ടുണ്ടായിരുന്നു. ഈ ലാസ്റ്റ് ഇറങ്ങിയ എപ്പിസോഡ് പോലും ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ ഒരു ഫാൻറ്റസി രീതിക്കാണ് എൻഡായത്. അതായത് ആ ഒരു പൂച്ച പാറുവിനെ വിളിക്കുന്നത് പോലെയൊക്കെയാണ് എൻഡായത്. അപ്പോൾ ഇപ്പോൾ ഓഡിയൻസിൽ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണി സാറ് ചെയ്തതുപോലെ തന്നെ ഇപ്പോൾ രാജേഷേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉപ്പുമുളകിനെ എങ്ങനെ നാശമാക്കാൻ പോവുകയാണ് എന്ന രീതിക്ക് കുറേ പേര് പറയുന്നുണ്ട്. കുറേ കമൻസൊക്കെ അങ്ങനെ വായിക്കുന്നുണ്ട്. അവർ പറയുന്നതിൽ അവർ എപ്പിസോഡ് മാത്രം കണ്ടിട്ട് ആ ഒരു അത്രത്തോളം ഫാൻസുകാർ വിഷമത്തോടു കൂടെ തന്നെയാണ് അതൊക്കെ പറയുന്നത്. അവർ പറയുന്നതിലും ന്യായമുണ്ട്. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യ സത്യം അതൊന്നുമല്ല. അതെന്താണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം പറയാം. ആദ്യം ഇപ്പോഴത്തെ എപ്പിസോഡുകളുടെ നിലവാരത്തെക്കുറിച്ച് സംസാരിക്കാം. എനിക്ക് പേഴ്സണലി അത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ എപ്പിസോഡുകൾ എന്നുള്ളത് 100% ഷുവറാണ്. കാരണം ഇതേ ഒരു 1.5 ആഴ്ച മുമ്പത്തെ വരത്തെ എപ്പിസോഡുകളൊക്കെ വേറെ ലെവൽ എപ്പിസോഡായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച വന്ന എപ്പിസോഡ് ഭയങ്കര മോശമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ ആഴ്ച വന്ന എപ്പിസോഡുകൾ ഭയങ്കര മോശമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനിപ്പോൾ ഓഡിയൻസ് എല്ലാവരും ഇപ്പോൾ രാജേഷേട്ടനെ വീണ്ടും ചീത്ത പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഡയറക്ടർ ഇങ്ങനെ എപ്പിസോഡുകൾ കൊണ്ടുവരേണ്ട, പഴയതുപോലെ നല്ല എപ്പിസോഡുകൾ തന്നെ വരണമെന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ബാലു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ റീസെൻ്റായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡുകളെക്കുറിച്ച്. അതായത് ഒരു മാസത്തിൽ എങ്ങനെയും ഒരു 10-15 എപ്പിസോഡുകൾ നല്ല എപ്പിസോഡ് ഉണ്ടാവും, ഒരു ആവറേജ് കുറച്ച് എപ്പിസോഡ് ഉണ്ടാവും, മോശമായിട്ടുള്ള 2-3 എപ്പിസോഡിൽ എന്തായാലും ഉണ്ടാവും എന്ന രീതിക്ക് ബാലു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മോശം എപ്പിസോഡ് വരാനുള്ള കാരണം അതൊന്നുമല്ല, ആർട്ടിസ്റ്റ് ഇല്ലായ്മ തന്നെയാണ്. ഇപ്പം മുളകിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ എപ്പിസോഡിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതായത് ബാലു ഇല്ല, നീലു ഇല്ല, ഇവർ രണ്ടുപേരുമാണ് ഉപ്പുമുളകിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഇല്ലാതെ വെറും കുട്ടികളെ വെച്ചിട്ട് കുട്ടികൾ മാത്രമല്ല രാംകുമാറും ഹൈമതിയും വെച്ചിട്ടാണ് ഇപ്പോൾ എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം രാംകുമാർക്കും ഹൈമതിക്കും ഓൾറെഡി കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. അവരെ എപ്പിസോഡിൽ അധികം കാണിക്കുന്നൊന്നും ഇഷ്ടപ്പെടാത്ത ഓഡിയൻസ് ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരെ വെച്ച് മെയിൻ എപ്പിസോഡ് കൊണ്ടുപോകുമ്പോൾ അത് 100% ഷുവറായിട്ട് ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന എപ്പിസോഡുകളൊക്കെ കുറച്ച് മോശമാവാൻ സാധ്യതയുള്ളത്. അല്ലാതെ ഇത് ഡയറക്ടറിൻ്റെ കുഴപ്പമോ മറ്റു കുഴപ്പങ്ങളൊന്നും അല്ല. ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഉള്ള ലിമിറ്റഡ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുള്ള സ്റ്റോറിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സിറ്റുവേഷൻ ഇപ്പോൾ ബാലും നീലും ഇപ്പോൾ മുളകിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുളകും വീണ്ടും പഴയതുപോലെ അടിപൊളിയാകുമെന്നുള്ളത് കൺഫേമാണ്. കാരണം ഒരു സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും അത് വേറെ ലെവലിലേക്ക് എലവേറ്റ് ചെയ്യാൻ ഈ 2 ആർട്ടിസ്റ്റുകളെ കൊണ്ട് പറ്റുമെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പുമുളകിൻ്റെ ഇപ്പോഴത്തെ ഈ തൽക്കാലത്തെ പ്രശ്നം വെറും താൽക്കാലികം മാത്രമാണ്. ബാലും നീലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉടനെ തന്നെ മാറി ഉപ്പുമുളകും പഴയൊരു പ്രൗഢിയിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളത് അത് ഉറപ്പ് തന്നെയാണ്. കാരണം അത്രത്തോളം ബൗൺസ് ബാക്ക് ആയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ബാക്കിൽ പോയിട്ട് തിരിച്ചും പൂർവാധികം ശക്തിയായിട്ട് തന്നെ ഉപ്പുമുളകും തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലും നീലും തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ഉപ്പുമുളകും പഴയതുപോലെ ഡബിൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കിപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന എപ്പിസോഡുകൾ ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.